കുടജാദ്രി പോയി തിരിച്ചു വരും വഴി ഞങ്ങൾക്ക് കിട്ടിയ പണിയാണ് ട്ടോ ഇത്. അമ്പലത്തിന്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് റൈറ്റിലോട്ട് നടന്നാലാണ് കുടജാദ്രിക്കുള്ള ജീപ്പ് കിട്ടുക. ഇവിടെ നിന്ന് 38 കിലോമീറ്റർ ഉണ്ട് കുടജാദ്രിക്ക്. ഉച്ചയ്ക്ക് 2:30 വരെ ജീപ്പ് സർവീസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. കറക്റ്റ് 2:30ക്ക് തന്നെ നമ്മൾ ജീപ്പിൽ കയറി നമ്മളെ യാത്ര ആരംഭിച്ചു. ഇപ്പം നമ്മളുള്ളത് കട്ടനഹോളെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുത്ത് ഫീസൊക്കെ അടച്ചതിന് ശേഷമേ മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓഫ് റോഡാണ്. അതുകൊണ്ട് നടുവേനൊക്കെ ഉള്ളൊരു മാക്സിമം ഈ യാത്ര ഒഴിവാക്കണമായിരിക്കും നല്ലത്. ഇങ്ങോട്ടേക്കുള്ള ജീപ്പിന്റെ ചാർജ് വരുന്നത് 3500 രൂപയാണ്. 8 പേരാണ് മാക്സിമം കയറാൻ പറ്റുക. ഇനിയിപ്പോൾ 2 പേരുള്ളൂന്നുണ്ടെങ്കിലും ഈ 3500 കൊടുത്തിട്ട് വേണം നമുക്ക് പോരാനായിട്ട്. ഇതുകൂടാതെ ചെക്ക് പോസ്റ്റിൽ പെർ ഹെഡ് 50 രൂപയും ജീപ്പിന് 130 രൂപയും വേറെ അടയ്ക്കണം. ഓഫ് റോഡ് കഴിഞ്ഞ് ജീപ്പ് നിരപ്പായ സ്ഥലത്തൂടെ പോകാൻ തുടങ്ങിയപ്പോൾ ഏതാണ്ട് സ്വർഗം കിട്ടിയ ഫീലായിരുന്നു കേട്ടോ. ഭാഗ്യത്തിന് ഛർദ്ദിക്കുന്ന ആരും നമ്മുടെ കൂട്ടത്തിലുണ്ടായില്ല. ഇവിടെ വരെ ജീപ്പ് വരുള്ളൂ. ഇനി അങ്ങോട്ട് 2 കിലോമീറ്റർ ട്രക്ക് ചെയ്ത് വേണം നമ്മൾ പോവാൻ. ഇവിടെയാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. മൂകാസുരനെ വധിക്കാൻ ദേവി ഉപയോഗിച്ചതെന്ന് കരുതപ്പെടുന്ന ഇരുമ്പുദണ്ഡും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് കാണാനുള്ളത് സർവജ്ഞ വീടാണ്. ആദ്യത്തെ കുറച്ച് ദൂരം ഇത്തിരി കുത്തനെയുള്ള കയറ്റാണ്. പക്ഷെ വലിയ ബുദ്ധിമുട്ടില്ല. ഏകദേശം 4406 അടിയോളം ഉയരമുള്ള കൊടുമുടിയാണ് കുടജാദ്രി. കർണാടകയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ 13ാമത്തെ കൊടുമുടിയാണിത്. മലയ്ക്ക് ചുറ്റും മഴക്കാടുകളാണ്. ഇഷ്ടംപോലെ വന്യജീവികളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. മിക്ക സമയവും മഞ്ഞുമൂടി കിടക്കായിരിക്കും ഈ മലനിരകൾ. വരും വഴി കണ്ട ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ ചെറിയൊരു ചെക്കിംഗ് ഉണ്ടാവും കേട്ടോ. നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഫൈൻ എമൗണ്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഇങ്ങോട്ടേക്ക് ക്യാമറ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 1000 രൂപ ഫൈൻ ആയിട്ട് കൊടുക്കണം. കിറ്റ് ലെൻസ് ഉള്ള ക്യാമറ ആണെന്നുണ്ടെങ്കിൽ അലൗഡ് ആവും. അല്ലാണ്ട് വലിയ ലെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരത് മേടിച്ച് വയ്ക്കും. ഇങ്ങോട്ടേക്ക് ജീപ്പ് വെയിറ്റ് ചെയ്യുന്ന സമയം 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഡ്രൈവറായിട്ട് അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് അവർ പറഞ്ഞിരുന്നു 6 മണിക്കൂറിൽ തിരിച്ചിറങ്ങണം, ഇല്ലെങ്കിൽ ഫൈൻ വരുന്നത്. 100 രൂപയാണ് കേട്ടോ മണിക്കൂറിന് ഫൈൻ. നല്ലൊരു സൺസെറ്റ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു വരുന്ന സമയത്തായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾക്ക് കിട്ടിയത്. നേരിട്ട് കണ്ടതിൻ്റെ ഒരു അംശം പോലും ഭംഗി ഈ കാഴ്ചയ്ക്ക് വീഡിയോയിലില്ല കേട്ടോ. അങ്ങനെ ഒടുവിൽ നമ്മൾ സർവജ്ഞപീഠത്തിലെത്തി. മൊത്തത്തിൽ ഡ്രൈ ആയിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ചൂടിൻ്റെ ഒരു പ്രശ്നം പോലും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ കയറി കുറച്ച് നേരം ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, അത് അനുഭവിച്ചെന്നെ അറിയണം. ചെക്ക് പോസ്റ്റിൽ 100 രൂപ ഫൈനൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ വന്നത്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു പണി കിട്ടിയത്. ഓവർലോഡായിട്ട് വണ്ടി വളച്ചപ്പോൾ മര്യാദയ്ക്ക് കിട്ടാഞ്ഞതായിരുന്നു കേട്ടോ. റോഡിന് കുറുകെ കിടക്കുകയാണ് ഇപ്പോൾ വണ്ടി. റിവേഴ്സ് എടുക്കാനും പറ്റുന്നില്ല. നമ്മുടെ പിള്ളേരും ഡ്രൈവറായിട്ടും ഒക്കെ മാക്സിമം സഹായിക്കാൻ നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തിരിച്ചെത്തിയിട്ടോ. അപ്പോഴാണ് ഓർത്തത് രാവിലെ തിരക്കിൻ്റെ ഇടയിൽ പ്രസാദം മേടിച്ചിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ കരുതി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴാണ് ഈ ഒരു കാഴ്ച. ഒരുപാട് തവണ മുടങ്ങിപ്പോയതിൻ്റെ ഒരു സങ്കടം അങ്ങോട്ട് മാറിക്കിട്ടി. ഒറ്റ യാത്രയിൽ തന്നെ എല്ലാം കിട്ടിയ ഒരു കംപ്ലീറ്റ് ഫീലായിരുന്നു ഇതും കൂടി കണ്ടതോടുകൂടി. അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല, കൂടെ കൂടണം.